കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെയും കാറ്റിൻ്റെയും ദേശമാണ് പാലക്കാട്. മലനിരകളുടെയും പച്ചക്കാടുകളുടെയും അതിമനോഹരമായ ദൃശ്യങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് ഈ ജില്ല. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാടിൻ്റെ മുഖച്ഛായയെ നിർണ്ണയിക്കുന്നത് അതിൻ്റെ വിശാലമായ വയലുകളും മലഞ്ചെരിവുകളും കാടുകളും കാറ്റുമാണ്. നമ്മുടെ ദേശീയ പക്ഷിയായ മയിൽ ഇവിടുത്തെ ഒരു സാധാരണ കാഴ്ചയാണ്. ഒരു പേടിയും കൂടാതെയാണ് അത് ഇടപഴകുന്നത്. പീലി നിവർത്തിയാടുന്ന കാഴ്ച മനോഹരം തന്നെ. ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇവ പീലി നിവർത്തി ആടുന്നത് എന്ന് പറയുന്നു. മയിൽ പ്രകൃതിയുടെ സൗന്ദര്യവും ഗൗരവവും ഒരേ സമയം കൊണ്ടു നടക്കുന്ന ഒരു അതിശയകരമായ ജീവിയാണ്. മനുഷ്യൻ്റെ കാഴ്ചകൾക്കും സാംസ്കാരികതയ്ക്കും അതിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ നിന്നും നെല്ലിയാമ്പതി മലനിരകളെ ലക്ഷ്യമാക്കി വീണ്ടും മുന്നോട്ട്. പോത്തുണ്ടി നെല്ലിയാമ്പതി റോഡ്, ഇരുവശവും മരങ്ങളാൽ നിറഞ്ഞ ഈ റോഡിലൂടെയുള്ള യാത്ര സുന്ദരമായ ഒരു കാഴ്ച അനുഭവം നമുക്ക് സമ്മാനിക്കുന്നു. പോത്തുണ്ടി അണക്കെട്ടിന് സമീപത്തുള്ള ചെക്ക് പോസ്റ്റിൽ നെല്ലിയാമ്പതി കാണാനെത്തിയ സഞ്ചാരികളുടെ കാറുകൾ നിരയായി നിന്നു. അവിടെ നമ്മുടെ വിവരങ്ങളൊക്കെ നൽകിയാലാണ് പാസ് കിട്ടുക. തിരികെ 5 മണിക്കുള്ളിൽ മടങ്ങി വരണമെന്നും പാസ് തിരികെ നൽകണമെന്നുള്ള നിർദ്ദേശവും അവിടെ നിന്ന് ലഭിക്കും. ഫോറസ്റ്റ് ഗാർഡ് കയറുയർത്തിയപ്പോൾ വണ്ടികൾ ഓരോന്നായി ഇടത്തോട്ടുള്ള വളവ് തിരിഞ്ഞ് മലമ്പാതയിലേക്ക് നീങ്ങി. വാഹനങ്ങളുടെ ഇരമ്പൽ കേട്ട് കാട്ടുപക്ഷികൾ ഒച്ചവെച്ചു. നെല്ലിയാമ്പതിയിലേക്ക് സ്വാഗതം. യാത്ര തുടർന്നു. പാലക്കാട് ജില്ലയിലെ ശാന്തതയും സൗന്ദര്യവും ഒക്കെയുള്ള ഹിൽ സ്റ്റേഷനാണ് നെല്ലിയാമ്പതി. ആളൊഴിഞ്ഞ കാട്ടുപാതകൾ, ഇടയിലുള്ള ചെറുവെള്ളച്ചാട്ടങ്ങൾ, മരങ്ങളുടെ മീതെ തൂങ്ങുന്ന മഞ്ഞുതുള്ളികൾ. മഴ നനഞ്ഞ് പുളകമണിഞ്ഞു നിൽക്കുകയാണ് നെല്ലിയാമ്പതി. പാതയോരവും പാറക്കെട്ടുമൊക്കെ പച്ച പരവതാനി പോലെ ഇരിക്കുന്നു. മഴച്ചാറ്റിലിൽ നിന്ന് തിന്നിമാറുന്ന പക്ഷികളും മലയണ്ണാനും മരച്ചില്ലകൾ തോറും പാഞ്ഞു നടക്കുകയാണ്. മലമുഴക്കുന്ന കാട്ടുചോലകളുടെ ശബ്ദം അടിവാരത്ത് കേൾക്കാം. കാട്ടുവള്ളി പോലെ പടർന്നു കിടക്കുന്ന റോഡിൽ കുതിച്ചുപായുന്ന വാഹനങ്ങളിൽ ആർപ്പുവിളികളും പാട്ടും. നെല്ലിയാമ്പതി മഴക്കാലത്തിൻ്റെ ലഹരിയിലാണ്. യാത്രികർ അതൊരു ഉത്സവമായി ആഘോഷിക്കുന്നു. അരുവികളും കാറ്റും മഞ്ഞുമൂടിയ മലനിരകളും തഴച്ചു നിൽക്കുന്ന കാടുകളും ചേർന്നുണ്ടാക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളാണ് ഇവിടെ കാണാനാകുന്നത്. പ്രകൃതിയെ മുറുകെ പിടിച്ച് യാത്രയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം ഇവിടെ നൽകുന്നു. ഓരോ സ്ഥലവും പുതിയൊരു കാഴ്ച നൽകുന്നു. കാറ്റിൻ്റെ സംഗീതം, മഞ്ഞിൻ്റെ തിരശീല, ഹൃദയത്തെ സ്പർശിക്കുന്ന കുളിര്. ഇതൊരു യാത്ര മാത്രമല്ല, ഒരു അനുഭവമാണ്, ഒരു അനുഗ്രഹം. നെല്ലിയാമ്പതിയുടെ ഹൃദയത്തിൽ പോയാൽ മനസ്സ് വെറും സന്ദർശകനായി വരില്ല, പ്രകൃതിയുടെ ഭാഗമാവും. കാടുകൾ നെഞ്ചേറ്റുന്ന പാതകളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ പ്രകൃതിയുടെ മൗനനാദം ആഴത്തിൽ അനുഭവപ്പെടുന്ന ഒരു ലോകം, അതാണ് നെല്ലിയാമ്പതി. മലമുകളിൽ നമ്മളെ ചുറ്റിപ്പിടിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ വീണുകിടക്കുന്ന മഞ്ഞ്, പ്രണയത്തോടെ ഭൂമിയെ ചുംബിക്കുന്ന ശീതളത, അതാണ് ഈ നാട് നൽകുന്ന ആദ്യ അനുഭവം. മഞ്ഞു മൂടുമ്പോൾ എല്ലാം മറഞ്ഞു പോകുന്നില്ല, മറിച്ച് പുതിയൊരു കാഴ്ചയിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നു. കാടുകളുടെയും മരങ്ങളുടെയും രൂപങ്ങൾ മഞ്ഞിൻ്റെ മൃദുലതയിൽ ചായം കൊള്ളുമ്പോൾ പ്രകൃതിയുടെ പച്ചക്കുപ്പായം വെള്ളയാകുന്നു. ആന വിഹരിക്കുന്ന കാട്ടുപാതയിലൂടെയുള്ള ഈ യാത്രയിൽ പലതരത്തിലുള്ള ജീവികളെ നമുക്ക് കാണാൻ കഴിയും. അയ്യപ്പൻ തിട്ടയ്ക്ക് അടുത്ത് വെച്ചാണ് നെല്ലിയാമ്പതിയുടെ പാതയോര കാഴ്ച രൂപം മാറുന്നത്. ഇവിടം മുതൽ വലതുഭാഗത്താണ് അഗാധമായ കൊക്ക, ഇടതുഭാഗത്ത് കൊടും കാട്. ഒട്ടുമിക്ക ദിവസവും ആനക്കൂട്ടം ഇതുവഴി സവാരി നടത്താറുണ്ട്. രാവിലെ പാലക്കാട്ട് നിന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് കിട്ടുന്ന മനോഹരമായ കാഴ്ചയാണ് അയ്യപ്പൻ തിട്ടയിലെ ആനസവാരി. മുകളിലെത്തിയാൽ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. കൂടാതെ പാലുപോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് അതിമനോഹരമാണ്. കുട്ടികളും മുതിർന്നവരും പ്രായഭേദമന്യേ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നു. മറുവശത്ത് അങ്ങ് ദൂരെ കാണുന്ന പോത്തുണ്ടി ഡാമിൻ്റെ റിസർവോയറും മലകളും നമുക്ക് നല്ല കാഴ്ച അനുഭവം നൽകുന്നു. ഇവിടെ കാണുന്ന ഈ നെല്ലിമരത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരുപാട് മരങ്ങളുണ്ടായിട്ടും അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഈ മരത്തിന് നമ്മളോട് പറയാൻ ഒരുപാട് കഥകളുള്ള പോലെ.
ആരെയോ കാത്തിരിക്കുന്ന പോലെ. നെല്ലിദേവതയുടെ ഊര് എന്നാണ് നെല്ലിയാമ്പതിയുടെ അർത്ഥം. കേരളത്തിലെ ആദിമനിവാസികൾ തങ്ങളുടെ ദൈവങ്ങൾ മലകളിലും മരങ്ങളിലും വസിക്കുന്നുവെന്ന് സങ്കല്പിച്ചിരുന്നവരാണ്. ഇതിൽ തന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവർ അമ്മ ദൈവങ്ങളെ മാത്രമേ ആരാധിച്ചിരുന്നുള്ളൂ. ഇത്തരത്തിൽ നെല്ലിമരത്തിൽ ആസ്ഥാനമാക്കിയ ദേവതയുടെ പേരിൽ നിന്നാണ് നെല്ലിയാമ്പതി എന്ന പേര് ഉരുത്തിരിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പതി എന്നാൽ ഊര് എന്നർത്ഥം. പാവങ്ങളുടെ ഊട്ടി എന്ന അപരനാമത്തിലും നെല്ലിയാമ്പതി അറിയപ്പെടുന്നുണ്ട്. ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകളെ മേഘങ്ങൾ താലോലിക്കുന്ന കാഴ്ച. ആദി ദ്രാവിഡ കാലത്ത് പാലമരത്തെ ദേവതയായി സങ്കല്പിച്ചിരുന്നു. ആൽ, മരുത് തുടങ്ങിയ മരങ്ങൾക്കൊപ്പം യക്ഷനും യക്ഷിയും ദൈവങ്ങളായിരുന്ന അക്കാലത്ത് അവരുടെ വാസസ്ഥലമെന്ന് കരുതിയിരുന്ന പാലമരത്തിന് സവിശേഷ പ്രാധാന്യമുണ്ടായിരുന്നു. ദേവതയുടെ പ്രതീകമായ പാലമരങ്ങളുടെ കാടാണ് സ്ഥലനാമോൽപത്തിക്ക് കാരണമെന്നും പറയപ്പെടുന്നു. ഓരോ വളവിലും തിരിവിലും മുഖച്ഛായ മാറ്റുന്ന പ്രകൃതിയാണ് നെല്ലിയാമ്പതി. കാടിൻ്റെ നിശബ്ദ സംഗീതം കേട്ട് സഞ്ചാരികൾ കൈകാട്ടിയിൽ എത്തിച്ചേരുന്നു. നെല്ലിയാമ്പതിയിലെ ആദ്യത്തെ ജംഗ്ഷനാണ് കൈകാട്ടി. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നെല്ലിയാമ്പതി പട്ടണം. മൂന്നായി പിരിയുന്ന ചെറിയ കവലയാണ് നെല്ലിയാമ്പതി ടൗൺ. കാർഷിക വകുപ്പിൻ്റെ അഗ്രികൾച്ചറൽ ഫാമാണ് ഇവിടുത്തെ കാഴ്ച. ഓറഞ്ച് ഫാം എന്ന് പേര് നേടിയ ഫാമിൽ ഓറഞ്ച് മരങ്ങളും പാഷൻ ഫ്രൂട്ടും ഉൾപ്പെടെ പഴവർഗ്ഗങ്ങൾ വിളഞ്ഞു നിൽക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ അവസരമൊരുങ്ങുന്നു. തണുപ്പ് പ്രദേശങ്ങളിൽ വളരുന്ന പൂച്ചെടികളെല്ലാം ഇവിടെയുണ്ട്. കണ്ട് ആസ്വദിക്കുന്നതിനൊപ്പം വാങ്ങുകയും ചെയ്യാം. വർണ്ണങ്ങൾ കൊണ്ടും രൂപം കൊണ്ടും കാഴ്ചയ്ക്ക് കൗതുകം നിറയ്ക്കുന്ന ഓർക്കിഡിൻ്റെ വൈവിധ്യം കൊണ്ടും സമൃദ്ധമാവുകയാണ് നെല്ലിയാമ്പതിയിലെ സർക്കാർ ഫാം. നെല്ലിയാമ്പതി ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലാണ് ഓറഞ്ചിനും പച്ചക്കറിക്കും പഴവർഗ്ഗങ്ങൾക്കും പുറമെ ഓർക്കിഡ് കൃഷിയും സജീവമാകുന്നത്. ഇവിടെയുള്ള മറ്റൊരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ് സീതാർകുണ്ട്. തേയിലത്തോട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ പാതയും ഒരു അനുഭവമാകുന്നു. മലകളുടെ വശങ്ങളിൽ നിരത്തിയ പോലെ വളർത്തിയ തേയില ചെടികൾ ഒരേപോലെ ഒരേ അളവിൽ വളരുന്നത്, അതിനിടയിൽ നക്ഷത്രങ്ങളെപ്പോലെ വിരിഞ്ഞു കിടക്കുന്ന കല്ലുകളും ചെറുപുഴകളും ഓരോ നിമിഷത്തെയും വിസ്മയമാക്കി മാറ്റുന്നു. നെല്ലിയാമ്പതിയിൽ നിന്ന് ഒരു പാതയേ ഉള്ളൂ ബോബ്സൺ തേയിലത്തോട്ടങ്ങളിലൂടെ സീതാർകുണ്ടിലേക്ക്. രാമനും ലക്ഷ്മണനും സീതയും വനവാസക്കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് വിശ്വാസം. സീത ഇവിടത്തെ കാട്ടുചോലയിൽ നിന്ന് വെള്ളമെടുത്ത് പൂജകൾ അർപ്പിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. സീതാർകുണ്ടാണ് നെല്ലിയാമ്പതിയുടെ ബിഗ് സീൻ. കൊല്ലങ്കോടിൻ്റെ ഭൂരിഭാഗവും കണ്ട് ആസ്വദിക്കാനുള്ള വ്യൂ പോയിന്റ്. അവിടെയുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ പ്രശസ്തിയിൽ സീതാർകുണ്ടായി മാറുകയായിരുന്നു. നെല്ലിയാമ്പതിയെ രാമായണവുമായി ബന്ധിപ്പിക്കുന്ന കഥയാണ് സീതാർകുണ്ടിൻ്റെ പുരാണം. വനവാസത്തിനിടെ സീതാസമേതനായ രാമൻ നെല്ലിയാമ്പതിയിലെത്തി. മലമുകളിൽ നിന്നും കുതിച്ചിറങ്ങുന്ന പൊയ്കയിൽ രാമപത്നി നീരാടി എന്ന ഐതിഹ്യം. കാലക്രമത്തിൽ ആ നീരൊഴുക്കിൻ്റെ പേര് സീതാർകുണ്ടായി മാറി. ഇതുപോലെ നെല്ലിയാമ്പതി എന്ന പേരിനുമുണ്ട് ഒരു കഥ. നമ്മുടെ ചിന്തകൾ പോലെ തന്നെ മേഘങ്ങൾ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു. ചിലത് ചാരനിറമുള്ള കനത്ത വിഷാദമായി, ചിലത് വെളുപ്പും പൊൻനിറവും ചേർന്ന ആഹ്ലാദമായി, ചിലത് വെറും ശാന്തമായ ഓർമ്മകളായി. മേഘങ്ങൾ പ്രകൃതിയുടെ കവിതയാണ്. ആകാശത്തിൽ എഴുതപ്പെടുന്ന അതിവിസ്മയകരമായ വരികൾ. മേഘങ്ങളെ നോക്കുമ്പോൾ ആകാശത്തിൻ്റെ ഭാഷ നാം വായിക്കുന്നു. മലമുകളിൽ നിന്ന് കാണുമ്പോൾ താഴെ വരെ വിരിയുന്ന കോടമഞ്ഞ് നിഗൂഢതയും രഹസ്യ സൗന്ദര്യവും പകരുന്നു. ചിലപ്പോൾ ആ മഞ്ഞ് താഴ്വര മുഴുവൻ മറയ്ക്കും. ആ സമയത്ത് നമ്മൾ സ്വർഗത്തിൻ്റെ അതിരുകളിലാണെന്ന് തോന്നും. മലമുകളിൽ കാറ്റൊരു ശബ്ദമല്ല, അതൊരു സ്പർശമാണ്. തണുപ്പുള്ള കാറ്റ് മുഖത്ത് തട്ടിപ്പോകുമ്പോൾ മനസ്സിൽ ഒരു ശാന്തത പടരുന്നു. ആ കാറ്റിൽ അതിൻ്റെ സ്വന്തം ഭാഷയും സംഗീതവുമുണ്ട്. അടുത്തത് നമ്മൾ പോകുന്നത് പോത്തുണ്ടി ഡാമിലേക്കാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ നെന്മാറ നെല്ലിയാമ്പതി പാതയിൽ നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ പോത്തുണ്ടിയിൽ
ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ ഗായത്രി പുഴയുടെ പോഷക നദിയായ മംഗലം പുഴയുടെ കൈവഴിയായ അയിലൂർ പുഴയുടെ കൈവഴികളായ മീൻചാടി എന്നീ പുഴകളിൽ നിർമ്മിച്ച മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടാണ് പോത്തുണ്ടി അണക്കെട്ട്. പാലക്കാട് പട്ടണത്തിൽ നിന്നും 42 കിലോമീറ്ററും നെന്മാറയിൽ നിന്ന് 8 കിലോമീറ്ററുമാണ് പോത്തുണ്ടിയിലേക്കുള്ള ദൂരം. പോത്തുണ്ടി അണക്കെട്ട് ഇന്ത്യയിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ്. 1958 കേരള ഗവർണറായിരുന്ന ഡോക്ടർ ആർ രാധാകൃഷ്ണ റാവുവാണ് ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1672 മീറ്റർ നീളമുള്ള അണക്കെട്ടിന് മുകളിൽ 8 മീറ്റർ വീതിയും താഴെ 154 മീറ്റർ വീതിയുമാണുള്ളത്. മലമുകളിൽ നിന്നുള്ള കാഴ്ച ഒരു മനോഹര ചിത്രപടം പോലെ മനസ്സിൽ പതിയുന്നു. താഴേക്ക് നോക്കുമ്പോൾ കാണപ്പെടുന്നത് നാടിൻ്റെ മുഴുവൻ ഹൃദയമാണ്. പാറകളിൽ ഇടിച്ചു പൊങ്ങുന്ന വെള്ളം, നനവുള്ള മണ്ണിൻ്റെ സുഗന്ധം, ജലത്തിൻ്റെ ശബ്ദത്തിൽ കലർന്ന പ്രകൃതിയുടെ സംഗീതം എല്ലാം ഒരുമിച്ചാണ് അതിൻ്റെ സൗന്ദര്യം പൂർണ്ണമാകുന്നത്. ജലധാരയുടെ തീവ്രതയും അതിൻ്റെ പ്രഭാവവുമാണ് പലപ്പോഴും പ്രകൃതി പ്രേമികളെ ആകർഷിക്കുന്നതും അവിടേക്ക് വീണ്ടും വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്നതും. ഇതുപോലെ പ്രകൃതിയുടെയും കേരളത്തിൻ്റെ അതുല്യ സൗന്ദര്യങ്ങളുടെയും കണ്ണികളെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ തുടരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇത് നിങ്ങളുടെ സ്വന്തം ഹലോ യാത്ര.